ഹലോ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തമിഴ്നാട്ടിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ 5 ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ 5 തമിഴ് ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് നോക്കുന്നത്. 5ാം സ്ഥാനത്തുള്ള ചിത്രം പ്രദീപ് രംഗനാഥനും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തിയ ഡ്യൂഡാണ്. ഡ്യൂഡ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 115 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. 4ാം സ്ഥാനത്തുള്ള ചിത്രം അജിത്തിൻ്റെയാണ്. അജിത് നായകനായി എത്തിയ മകിഴ് തിരുമേനിയുടെ സംവിധാനത്തിൽ അനിരുദ്ധിന്റെ സംഗീതത്തിലും എത്തിയ വിടാമുയർച്ചയാണ്. വിടാമുയർച്ചി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 137 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. 3ാം സ്ഥാനത്തുള്ള ചിത്രം വീണ്ടും ഒരു പ്രദീപ് രംഗനാഥൻ ചിത്രം തന്നെയാണ്. മൂന്നാമത്തെ ചിത്രം ഡ്രാഗൻ ആണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 152 കോടി രൂപ സ്വന്തമാക്കിയിരുന്നു. ചിത്രം സംവിധാനം ചെയ്തത് അശ്വന്ത് മാരിമുത്തായിരുന്നു. ഈ വർഷം ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ തമിഴ് ചിത്രങ്ങളിൽ ഒന്നാണ് ഡ്രാഗൻ. 2ാം സ്ഥാനത്തുള്ളത് വീണ്ടും ഒരു അജിത് ചിത്രം തന്നെയാണ്. ഗുഡ് ബാഡ് അഗ്ലിയാണ് 2ാം സ്ഥാനത്തുള്ളത്. ആദിക്കിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 245 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. തമിഴ്നാട്ടിൽ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എബോവ് ആവറേജ് ഹിറ്റ് ആയിരുന്നു ഗുഡ് ബാഡ് അഗ്ലി. 1ാം സ്ഥാനത്തുള്ള ചിത്രം രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിലെത്തിയ കൂലിയാണ്. കൂലി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 500 കോടിക്ക് മുകളിൽ നേടിയിരുന്നു. 500 കോടിക്ക് മുകളിൽ നേടിയെങ്കിലും ചിത്രം വലിയ ഹിറ്റൊന്നുമല്ല. തമിഴ്നാട്ടിൽ ആവറേജ് ഹിറ്റ് ആയിരുന്നെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ബിലോ ആവറേജ് ആയിരുന്നു ചിത്രം. അപ്പോൾ ഈ 5 ചിത്രങ്ങളാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് ചിത്രങ്ങൾ. കൂലി, ഗുഡ് ബാഡ് അഗ്ലി, ഡ്രാഗൻ, വിടാമുയർച്ചി, ഡ്യൂഡ്. അജിത്തിന്റെ 2 ചിത്രങ്ങളും പ്രദീപ് രംഗനാഥന്റെ 2 ചിത്രങ്ങളും രജനീകാന്തിന്റെ ഒരു ചിത്രമാണ് ഉള്ളത്. ഇതിലാകെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് എന്ന് പറയാവുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഡ്രാഗൻ മാത്രമാണ്. ഗുഡ് ബാഡ് അഗ്ലി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എബോ ആവറേജും കൂലി ബിലോ ആവറേജും ഡ്രാഗൻ ഹിറ്റും വിടാമുയർച്ചി പരാജയവുമായിരുന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ. അപ്പോൾ ഈ വർഷം തമിഴ് സിനിമയ്ക്ക് അത്ര നല്ല ഇതാണോ എന്ന് ചോദിച്ചാൽ വലിയ താരങ്ങളുടെ ചിത്രങ്ങൾ വലിയ പ്രകടനം കാഴ്ചവെച്ചില്ല. പക്ഷെ ചെറിയ ചെറിയ ടൂറിസ്റ്റ് ഫാമിലി, അതുപോലെ ഡ്രാഗൻ, അങ്ങനെ ചെറിയ ചെറിയ ചിത്രങ്ങളാണ് ഈ വർഷം തമിഴ് സിനിമയിൽ ഏറ്റവും വലിയ വിജയമായിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ തെലുങ്കിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.